വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ദശാംശ സംഖ്യകൾ അഥവാ ഡെസിമൽ നമ്പർ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഏതൊക്കെ ചോദിക്കുക? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ ദശാംശ സംഖ്യ ഏത്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ദശാംശ സംഖ്യ ഏത്, അല്ലെങ്കിൽ ഒരു ദശാംശ സംഖ്യ തന്നിട്ട് മൂന്നാലെണ്ണം തന്നിട്ട് അത് കൂട്ടാൻ തരാം, ഗുണിക്കാൻ തരാം, കുറയ്ക്കാൻ തരാം, ഹരിക്കാൻ തരാം, അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പൊ PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്ക് ചെയ്ത് പഠിക്കാം. അപ്പൊ പിന്നെ നമുക്ക് എളുപ്പമായി ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ചോദ്യം വരുന്നുണ്ട് എന്ന് അറിയാലോ. അപ്പോ ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ ദശാംശ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഏറ്റവും വലിയ ദശാംശ സംഖ്യ, ഏറ്റവും വലിയ ദശാംശ സംഖ്യ ഏത്? ദശാംശ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് ഇട്ട് എഴുതുന്ന സംഖ്യകളെയാണ് ദശാംശ സംഖ്യ എന്ന് പറയണേ അല്ലെ. അപ്പൊ തന്നിരിക്കുകയാണ് 5.431, 4.732, 6.319, അതുപോലെ തന്നെ 2.782. ഇങ്ങനെ 4 ദശാംശ സംഖ്യകൾ തന്നിട്ട് അതിൽ ഏറ്റവും വലുത് ഏത് എന്ന് നോക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം പൂർണ്ണസംഖ്യകൾ എടുക്കാം. പൂർണ്ണസംഖ്യകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഇതൊക്കെയല്ലേ പൂർണ്ണസംഖ്യകള്? ഈ പൂർണ്ണസംഖ്യകളിൽ ഏറ്റവും വലുത് ഏതാ നോക്കാം. ഇതിൽ ഏറ്റവും വലുത് 2ആണോ, 6ആണോ, 4ആണോ, 5ആണോ വലുത്? 6. അപ്പൊ അതാണ് ഏറ്റവും വലിയ ദശാംശ സംഖ്യ, 6.319. അപ്പോ വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂർണ്ണസംഖ്യകളാണെങ്കിൽ ആ പൂർണ്ണസംഖ്യകളിൽ ഏറ്റവും വലുതായിരിക്കും ആ ദശാംശ സംഖ്യ എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ദശാംശ ബിന്ദുവിന് മുമ്പ് കൊടുത്തിരിക്കുന്ന പൂർണ്ണസംഖ്യകള് തുല്യമാണ് എന്ന് വിചാരിക്കാം. ഇപ്പൊ എക്സാമ്പിള് 5.431, 5.732, 5.319, 5.546. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ്? ഈ പൂർണ്ണസംഖ്യകൾ എല്ലാം തന്നെ തുല്യമാണ്. എല്ലാ പൂർണ്ണസംഖ്യകളും തുല്യമാണെങ്കിൽ ദശാംശ ബിന്ദുവിന് ശേഷം കാണുന്ന സംഖ്യ നോക്കാം. അതിലേതാ വലുത് നോക്കാം. 4, 7, 3, 5. ഏതാ വലുത്? 7. അപ്പൊ 5.732 ഇതാണ് വലുത്. ഇനി ദശാംശ സംഖ്യക്ക് ശേഷം ഇങ്ങനെയാ വർണ്ണിക്കുക. 5.431, 5.472, 5.483, 5.452. അപ്പൊ നോക്കിയേ, ദശാംശ സംഖ്യ ആദ്യത്തെ പൂർണ്ണസംഖ്യ ഒക്കെ തന്നെ തുല്യം അല്ലെ, എല്ലാം തുല്യം. ആദ്യം വരുന്ന ദശാംശ സംഖ്യകളും തുല്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ ദശാംശ സംഖ്യ നോക്കാം. ഏതാ? 3, 7, 8, 5. ഇതിലേതാ വലുത്? 8 അല്ലെ. അപ്പൊ 5.483. ഇനി രണ്ടാമത്തെയും ഈക്വൽ ആണ്. ഇപ്പൊ ഇവിടെ 4, 3, 4, 3, 4, 3, 4, 3 എന്നാണെങ്കിൽ നമ്മൾ ആ ലാസ്റ്റ് സംഖ്യ നോക്കാം. 1ആണോ, 2ആണോ, 3ആണോ, 2ആണോ വലുത്? അപ്പൊ ഏതാ വലുത്? 3ആണ് വലുത്. അങ്ങനെ വേണം നമുക്ക് വലിയ ദശാംശ സംഖ്യ. അല്ലെങ്കിൽ ഇതിപ്പോ എന്താണ് വലുത് ഇങ്ങനെ തന്നെ, അപ്പൊ ചെറുതാണെങ്കിലോ ചെറുതും ഇങ്ങനെ തന്നെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ചെറുത് എങ്ങനെയാ കണ്ടുപിടിക്കുക? ചെറുതും ഇപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ചെറിയ ദശാംശ സംഖ്യ ചെറുതേത് എന്നുള്ള ഒരു ചോദ്യമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെറിയ സംഖ്യ, ചെറിയ ദശാംശ സംഖ്യ എന്ന തരണം വെച്ചാൽ ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എഴുതാം. 5.431, 4.732, 6.319,
319 7.435. ഇതിലേതാ ചെറുത്? 5ആണോ 4ആണോ 6ആണോ 7ആണോ? 4ആണ് ചെറുത്. ഇനി ഈക്വൽ വരുമ്പോ ഇവിടത്തെ ചെറുത് നോക്കണം. മനസ്സിലാവുണ്ടോ? ഈ ദശാംശം കഴിഞ്ഞ് വരുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞത് ദശാംശ സംഖ്യകളിൽ വലുത് ഇങ്ങനെയാണോ പറഞ്ഞത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി ചെറുതിന്. അപ്പൊ ഇവിടെ ചെറുത് ഏതാന്ന് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് 5.431 6.2 3.2 1 7.221 8.571. അപ്പൊ ആദ്യത്തെ 5 6 7 8 ഏതാണ് ചെറുത്? 5ആണ് ചെറുത്. അപ്പൊ ഇത് തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഇനി ഇതിൽ തന്നെ ഈക്വൽ വന്നിട്ട് ഇവിടെ 5 വന്നു, ഇവിടെ 5 വന്നു, ഇവിടെ 5 വന്നു, ഇവിടെ 5 വന്നു. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള എന്ത് നോക്കണം? പോയിന്റ് നോക്കണം. ഇവിടെ 4 3ആണ്, ഇവിടെ 2 1ആണ്, ഇവിടെ 8 7ആണ്, ഇവിടെ 6 7ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇതിൽ 4 നോക്ക, 2 നോക്ക, 8 നോക്ക, 6 നോക്ക. ഇതിൽ ഏതാ ചെറുത്? 2ആണ് ചെറുത്. അപ്പൊ ഇങ്ങനെയാണ് ചെറിയ ദശാംശ സംഖ്യ കണ്ടുപിടിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ വലുതും ചെറുതും കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന്. ഇനി അടുത്തത് നമുക്ക് ഒരു സംഖ്യ തരാണ്. ഇങ്ങനെ എക്സാമ്പിൾ ഇങ്ങനെ തന്നിക്കാണ് 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാരൂപം എത്ര? ഇതിന്റെ അടുത്ത തരത്തിലുള്ള ചോദ്യാട്ട, രണ്ടാമത്തെ ടൈപ്പാണ് ഭിന്നസംഖ്യ. ആദ്യം നമ്മൾ വലുതും ചെറുതും പഠിച്ചു, ഇനി ഭിന്നസംഖ്യ പഠിക്കുകയാണ്. അപ്പോ ഇവിടെ പോയിന്റ് എത്രയാണ്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്രയാണ്? 4 5ആണ്. അപ്പോ നമ്മൾ ഈ ദശാംശ ബിന്ദു ഒഴിവാക്കിയിട്ട് കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യയെ നമ്മൾ അങ്ങനെ തന്നെ എഴുതാം. അംശത്തിന്റെ ഭാഗത്ത് അങ്ങനെ തന്നെ എഴുതാം. അപ്പൊ എത്രയാണ്? 45 ആണ്. ഇനി ഭിന്നസംഖ്യ രൂപല്ലേ? ഡിവൈഡഡ് ബൈ. ഇനി നമ്മൾ എന്താ ചെയ്യാ? ഛേദത്തിന്റെ ഭാഗത്ത് ആദ്യം ഒന്നിടാം. ഒന്നിട്ടിട്ട് എത്ര പോയിന്റ് ഉണ്ട് നോക്കാം. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട് നോക്കാം. 2 സംഖ്യകളെ. അപ്പൊ നമ്മൾ 2 0 ഇടാം. ഇനി ഇവിടെ 0.456 എന്നാണ് തന്നിരിക്കുന്നത് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ദശാംശ സംഖ്യ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെ എഴുതും. 4 5 6 അങ്ങനെ തന്നെ എഴുതും. എന്നിട്ട് എന്തെഴുതും? ആദ്യം 1 എഴുതും. അതിനുശേഷം എത്ര ദശാംശ സംഖ്യ കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട് നോക്കാം. 1 2 3. അപ്പൊ നമ്മൾ 1 2 3 പോയിന്റ് ഇടും. ഇനി അടുത്തത് 1.8 ആണ് ട്ടോ. അപ്പൊ 1.8 ആവുമ്പോ നമ്മൾ പോയിന്റ് കളഞ്ഞിട്ട് ആദ്യം എഴുതാം. 18 എഴുതാം. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഉണ്ട്? ഒരു സംഖ്യയല്ലേ ഉള്ളൂ. അപ്പൊ 1 ഇട്ടിട്ട് 0 എഴുതാം. ഇങ്ങനെയാണ് ഭിന്നസംഖ്യകളെ നമുക്ക് ദശാംശ സംഖ്യകളെ ഭിന്നസംഖ്യകളാക്കാം. ഇനിയിപ്പോ ദശാംശ സംഖ്യകളെ ഭിന്നസംഖ്യകളാക്കുന്നതിൽ ആദ്യത്തത് ഞാൻ പറഞ്ഞത് 0.45 ആണ്. അതിന്റെ ആൻസർ 45/100 ആണ്. പക്ഷെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് എന്താ അറിയോ നിങ്ങൾക്ക്? 10/9, 9/20, 9/10, 9/5. അപ്പൊ അതിനർത്ഥം എന്താ? ഇതിനെ വെട്ടിച്ചെറുതാക്കിയിട്ടുള്ളതാണ് ഇട്ടക്കണം. അപ്പൊ നമ്മൾ ഇതിനെ രണ്ടിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? 5 കൊണ്ട് ചെയ്യാം. ഡിവൈഡ് ചെയ്യാം 5 കൊണ്ട്. 9 5 45, 20 × 5 100. അപ്പൊ നോക്കിയേ ഏതാ ഉത്തരം വരിക? 9/20 ആണ് ഇവിടെ ഉത്തരം വരിക. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഇതുപോലെ തരാം ടീച്ചർ. അടുത്ത ചോദ്യം ഇതാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. 1.25 അതിന് സമാനമായ ഭിന്നസംഖ്യ ഏത് എന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം പോയിന്റ് കളഞ്ഞിട്ടുള്ള ആ പൂർണ്ണസംഖ്യയെ ആദ്യം നമ്മൾ എഴുതി. അതെഴുതി. ഡിവൈഡഡ് ബൈ. ഇനി നമ്മൾ ആദ്യം 1 എഴുതാൻ പറഞ്ഞു. അതിന് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനമുണ്ട്. അപ്പൊ 2 സ്ഥാനാണെങ്കിൽ 2 0 ഇടാൻ പറഞ്ഞു. ഇനി ഇതിനെ നമുക്ക് 125/100 നമുക്ക് എന്ത് ചെയ്യാം? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25 × 5 125, 25 × 4 125. അപ്പൊ ഇതിന്റെ ചെറിയ രൂപം ഏതാണ്? 5/4 ആണ്. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം ഇതാ തന്നേക്കണ. 7.035 തുല്യമായ ഭിന്നസംഖ്യ കാണുക. തുല്യമായ ഭിന്നസംഖ്യ. അപ്പൊ ആദ്യം തന്നെ പോയിന്റ് കളഞ്ഞ് എഴുതി. 7 0
3 5 എന്നിട്ട് ഡിവൈഡഡ് ബൈ എന്ന് എഴുതി. എന്നിട്ട് ഇവിടെ എത്ര പൂജ്യം ഉണ്ട് എന്ന് നോക്കണം. എത്ര പൂജ്യം ഇടണം എന്ന് നോക്കണം. 1 2 3, കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് 3 അപ്പൊ ആദ്യം 1 ഇട്ടു, പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഉള്ള 3 പൂജ്യം ഇട്ടു. അപ്പോ 70 35 ഡിവൈഡഡ് ബൈ 1000. ഇതാണ് ഇതിന്റെ ഭിന്നസംഖ്യാ രൂപം. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ഒരു ദശാംശ സംഖ്യ തന്നിട്ട് ആ ദശാംശ സംഖ്യയെ എന്താക്കി മാറ്റുക? ഭിന്നസംഖ്യയാക്കി മാറ്റുക. ഇനി അടുത്തത് ദശാംശ സംഖ്യയുടെ എന്താണ്? കൂട്ടലും കുറയ്ക്കലുമാണ് നമ്മൾ പഠിക്കണം. ചോദ്യം ഇതാണ്: 0.7 പ്ലസ് 0.77 പ്ലസ് 0.777 പ്ലസ് 0.7777. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനൊക്കെ കൂടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം തന്നേക്കണത് 0, ഇവിടെ 0 ഉണ്ട് എല്ലാത്തിനും, 0.7. ആദ്യത്തത് അങ്ങനെയാണ്. രണ്ടാമത്തത് ഇതേ പോയിന്റിന്റെ ചോടെ തന്നെ പോയിന്റ് ഇടാം, 0.77. മൂന്നാമത്തത് വീണ്ടും ഇവിടെ തന്നെ പോയിന്റ് ഇടാം, 777. ഇങ്ങനെ തന്നെ എഴുതണം. നാലാമത്തത് 0.7777 അല്ലെ? ഇവിടെയൊക്കെ 0 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? റൈറ്റ് ചെയ്യുന്ന കൂട്ടാം. 7 ഇങ്ങനെ തന്നെ ഇട്ടു. 7ഉം 7ഉം 14ക്ക് 4, ബാക്കി 1. 7 3 21 ഒന്നും 22ക്ക് 2, ബാക്കി 2. 7 4 28ഉം 2ഉം 30ക്ക് 30 അല്ലെ? അപ്പൊ അതിന്റെ 0, ബാക്കി എത്രയാണ്? 3 ഇത് ഇവിടെ എന്താ ചെയ്തണ്ടേ? ഈ സാധനം നമ്മുടെ ഈ പോയിന്റ് ഇവിടെ തന്നെ ഇട്ടിട്ട് ആ ബാക്കി കിട്ടിയ 3 നമ്മൾ ഇവിടെ എഴുതാം. അപ്പൊ ഇതാണ് എന്ത്? ഇതിന്റെ ഉത്തരം. ക്ലിയർ ആയോ? അടുത്തത് ചെയ്തേ. 27.5 മൈനസ് 18.7. അപ്പൊ നമ്മൾ എന്ത് എഴുതി? 27.5 മൈനസ് 18.7. 7 15 ആവാൻ 8, ബാക്കി ഈ പോയിന്റ് ഇവിടെ ഇടാ, ബാക്കി 1. 8 1 9. 9 17 ആവാൻ എത്രയാണ്? 8, ബാക്കി 1. 1 1 2 2 2 ആവാൻ 0. അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം. ക്ലിയർ ആയോ? അടുത്തത് നോക്കിയേ. 22.43 മൈനസ് 0.852. അപ്പോ 22.43 മൈനസ് 0.852. അപ്പൊ ഇവിടെ നമ്മള് ഇവിടെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇവിടെ 0 ഇട്ട് വെച്ചോളാം. അപ്പൊ 0 ഇട്ട് വെക്കുമ്പോ, അല്ലെങ്കിൽ 0 ഇട്ടില്ലെങ്കിൽ നമുക്ക് തെറ്റും. 2 10 ആവാൻ എന്നാ നമ്മൾ പറയാ. 2 10 ആവാൻ 8, ബാക്കി 1 5 1 6. 6 13 ആവാൻ 7, ബാക്കി 1 അല്ലെ? 8 1 9. 9 14 ആവാൻ എത്രയാണ്? 5 അല്ലെ? ബാക്കി 1. പോയിന്റ് ഇവിടെ ഇടാ, ആ 1 ഇവിടെ വെച്ചു. 1 2 ആവാൻ 1 21 അല്ലെ? അപ്പൊ 21.578. ക്ലിയർ ആവണില്ലേ? അടുത്തത് നോക്കാട്ടാ. 1 പ്ലസ് പരീക്ഷയുടെ ചോദ്യം 1/10 പ്ലസ് 1/100 പ്ലസ് 1/1000. ഇതിന്റെ ദശാംശ സംഖ്യാരൂപം കാണാനാ പറഞ്ഞേക്കണം. ഇതിന്റെ ദശാംശ സംഖ്യാരൂപം, ദശാംശ സംഖ്യ എത്രയാണ്? അപ്പൊ ആദ്യം 1 പ്ലസ്, ഇനി 1/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? താഴെ എത്രയാണ്? ഒരു പൂജ്യമാണ്. അപ്പൊ നമ്മളിവിടെ ഒരു പോയിന്റ് നീക്കും. അടുത്തതാ 1/100, താഴെ 2 പൂജ്യമാണ്. അപ്പൊ പോയിന്റിന് ശേഷം 2 സ്ഥാനം നീക്കും. അപ്പൊ നമ്മളവിടെ 0 ഇടണം. ഇവിടെ എത്രയാണ്? 3 സ്ഥാനം ഉണ്ട്. അപ്പൊ പോയിന്റ് ഇട്ടിട്ട് 3 സ്ഥാനം വരണം. 0 0 1. കണ്ടോ? എന്നിട്ട് എന്താ ചെയ്യണ്ടേ? കൂട്ടാ. 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 0.1. 0.1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ 1.000. ഇതിനെയാണ് 1 എന്ന് പറയണത്. ഇപ്പൊ 1, അടുത്തത് 0.1, അടുത്തത് 0.01, അടുത്ത 0.001. അപ്പൊ എന്താ ചെയ്താ? ആദ്യം 1, രണ്ടാമത് 1, മൂന്നാമത് 1, 0.1. അപ്പൊ 1.111. ഇതാണ് ഇതിന്റെ ഉത്തരം. ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്തത് 0.555
പ്ലസ് 0.666 എത്രയാണ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഇടും, 5 5 5 പ്ലസ് ഇടും, പോയിന്റ് ഇടും, 6 6 6 ഇടും. 6 5 11 1, ബാക്കി 1. 6 5 11 12 2, ബാക്കി 1. 6 5 11 1 12 2, ബാക്കി 1. പോയിന്റ് ഇട്ടു, 12 1 കൂടി ഇട്ടു. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ് ദശാംശ സംഖ്യകളെ കൂട്ടലും കുറയ്ക്കലും ചെയ്യാം. ഇനി ദശാംശ സംഖ്യകളുടെ ഗുണനമാണ് നമ്മൾ പഠിക്കണം. അപ്പൊ അതില് ആദ്യത്തെ ചോദ്യം ഇതാണ്, 0.3 ഇൻറ്റു 0.4 എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ ദശാംശ സംഖ്യകൾ നമ്മൾ ഗുണിക്കുകയാണ്. ദശാംശ സംഖ്യകൾ ഗുണിക്കുന്നതിന് ബിന്ദു മാറ്റുക, എന്നിട്ട് കിട്ടണ പൂർണ്ണസംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അപ്പൊ ആ ദശാംശ ബിന്ദു മാറ്റുക, 0.3 0.4 വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3 എടുത്തു, 4 എടുത്തു, 3നെയും 4നെയും ഗുണിച്ചു. 3നെയും 4നെയും ഗുണിച്ചപ്പോ നമുക്ക് ഉത്തരം എത്ര കിട്ടിയേ? 12 കിട്ടി. അതിനുശേഷം തന്നിരിക്കുന്ന സംഖ്യകളിൽ എത്ര ദശാംശ സ്ഥാനമുണ്ടോ അത്രയും ദശാംശ സ്ഥാനം നമ്മൾ ഗുണനഫലത്തിനും നൽകാം. അപ്പൊ ഇവിടെ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 1. ഇവിടെ എത്രയുണ്ട്? 1. അപ്പൊ 1ഉം 1ഉം എത്രയാണ്? 2 ദശാംശ സ്ഥാനമാണുള്ളത്. അപ്പൊ നമ്മൾ 2 മാറ്റി പോയിന്റ് ഇടാം, 0.12. അതാണ് അതിന്റെ ഉത്തരം. അടുത്തത് നോക്കിയേ, അടുത്തതാ 6 ഇൻറ്റു 0.6 ഇൻറ്റു 0.006. അപ്പൊ ദശാംശ സംഖ്യ നോക്കണ്ട, ആദ്യം ദശാംശ ബിന്ദു മാറ്റിയിട്ടുള്ള പൂർണ്ണസംഖ്യകൾ തമ്മിൽ ഗുണിക്കാം. 6 ഇൻറ്റു 6 ഇൻറ്റു 6, 6 6 36 ഇൻറ്റു 6, 6 6 36, 6 ബാക്കി 3, 6 3 18, 3 21. അപ്പൊ 216 ആണ് കിട്ടുക. അപ്പൊ 216 നമുക്ക് ഉത്തരം കിട്ടി, ഇത് 3 കൂടി ഗുണിച്ചപ്പോ. ഇനി നമ്മൾ പോയിന്റ് നോക്കാം. ഇവിടെ 1 2 3, ഇവിടെയോ 1 അല്ലേ? അപ്പൊ 3ഉം 1ഉം 4 പോയിന്റുകൾ നമ്മൾ മാറ്റണം. ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. 4ാമത്തെ പോയിന്റ് നീക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എന്താ? ഒരു 0 ഇടുക, എന്നിട്ട് ഇവിടെ എന്താ? പോയിന്റ് ഇടുക. അപ്പൊ പോയിന്റ് 0.216 എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം എന്താ അറിയോ? 34 ഇൻറ്റു 538 എന്നതിന്റെ ഉത്തരം 18,292 ആയാൽ 3.4 ഇൻറ്റു 5.38 എത്രയാണ്? അപ്പം ഇവിടെ 34, ഇവിടെ 538. ഇവിടെ പോയിന്റ് ഇട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താ പറഞ്ഞേ? പോയിന്റ് മാറ്റി ആദ്യം തന്നെ നമ്മൾ ഗുണിക്കുക. അപ്പൊ നമുക്ക് എത്ര തന്നെയാ കിട്ടുക? 18,292. അത് നമ്മൾ ഗുണിക്കാൻ പോകേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഇവിടെ എത്ര പോയിന്റ് ഉണ്ട് നോക്കാം. 1 2, ഇവിടെ എത്രയാ? 1 അല്ലേ? അപ്പൊ 2ഉം 1 3 പോയിന്റ്. അപ്പൊ ഇവിടെ നിന്ന് നീക്കാം, 1 2 3. അപ്പൊ 18.292 ആണ് അതിന്റെ ഉത്തരം. ഇതുപോലെ ഒരെണ്ണം കൂടെ ചെയ്തേ. 0.1 ഇൻറ്റു 0.01 ഇൻറ്റു 1.001. അപ്പോ നമ്മള് എന്താ ആദ്യം പോയിന്റ് മാറ്റുക. അപ്പൊ ഇവിടെ 1 കിട്ടും, ഇവിടത്തെയും പോയിന്റ് മാറ്റാം, 1 കിട്ടും. ഇവിടെ പോയിന്റ് ഇല്ല, അപ്പൊ എന്താണ്? 1001 ആണ്. 1001നെ 2 പ്രാവശ്യം, എത്ര പ്രാവശ്യം 1 കൊണ്ട് ഗുണിച്ചാലും ഉത്തരം എത്ര തന്നെയാ കിട്ടുക? 1001 തന്നെയാ കിട്ടുക. ഇനി എത്ര പോയിന്റ് ഉള്ളേ? ഇവിടെ 2 പോയിന്റ് ഉണ്ട്, ഇവിടെ 1 പോയിന്റ് ഉള്ളൂ. അപ്പൊ 2 1 എത്രയാ? 3 സ്ഥാനം നീക്കണം. 1 2 3, 3 സ്ഥാനം നീക്കിയില്ലേ? അപ്പൊ 1.001 എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക്? അപ്പൊ ഗുണിക്കാനുള്ളത്. ഇനി ഇത് ഹരിക്കാൻ പറയാണ്, അടുത്ത ചോദ്യം ഹരണാണ്. 0.09 ബൈ 0.09 ബൈ 0.003. അപ്പൊ ഇതിനെ ഹരിക്കാൻ പറയാണ്. അപ്പൊ നമ്മള് സാധാരണ രീതിയിൽ നമുക്ക് ഇവിടെ താഴെ 3 എണ്ണാണ്. അപ്പൊ താഴെ എത്രയാണ്? 3 പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? 1 ടു 3 0 ഇട്ടു. ഇവിടെ 2 പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ 1 ടു 2 0 ഇട്ടു.
അപ്പൊ ഇവിടെ എന്താണ് 1000 ഇവിടെ 100 ആണ് ശരിക്കും വരേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുത്തിട്ട് എവിടെയാണോ കുറവ് ആ ഡിഫറൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, *10 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 9/3 എഴുതിയിട്ട് *10 ചെയ്യാം. അപ്പൊ 3 9 30 ഇങ്ങനെയാണ് ഉത്തരം കിട്ടുക. ക്ലിയർ ആയോ? പക്ഷെ അത് സംശയമുള്ളവര് നമ്മൾ എന്താ ചെയ്യണ്ടേ, അങ്ങനെ എടുക്കാൻ അറിയാത്തവര് നമ്മൾ എന്താ ചെയ്യാ, 0.09 എന്ന് എഴുതാം, 0.003 എന്ന് എഴുതാം. എന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ദശാംശം എവിടെ, താഴെയാണ് അല്ലെ. എത്രയാണത്, എത്രയാ, 3 പൂജ്യമാണ്. അപ്പൊ രണ്ടിനെയും നമ്മള് 3 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക, രണ്ടിനെയും 3 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക. ഇവിടെ അപ്പൊ എത്ര കിട്ടുക, രണ്ടെണ്ണല്ലേ മാറുണ്ടോ, അപ്പൊ ഇവിടെ 90 ഉത്തരം കിട്ടും. ഇവിടെ എത്ര കിട്ടുക, 3 പൂജ്യം കൊണ്ട് ഗുണിക്കുമ്പോൾ 3 ഉത്തരം കിട്ടും. അപ്പൊ 90/3 എത്രയാ വരിക, 30 വരിക. അങ്ങനെയും ചെയ്യാം. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അംശത്തിന്റെ സ്ഥാനത്തും ഛേദത്തിന്റെ സ്ഥാനത്തുള്ള ആ ദശാംശ സംഖ്യകളുടെ ഡിഫറൻസ് കണ്ടിട്ട് ഗുണിച്ചാൽ മതി. അതാണ് കുറച്ചും കൂടി എളുപ്പം. ഇനി സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. 7.459 ഡിവൈഡഡ് ബൈ 0.007459 കണ്ട. അപ്പോ ഇവിടെ മോളിൽ എത്രയാ, 3 എണ്ണാണ്, താഴെയോ 1 2 3 4 5 6ആണ്, 6 പൂജ്യം. അപ്പൊ ശരിക്കും 6 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് രണ്ടിനെയും ഗുണിക്കും, അങ്ങനെയാണ് വരിക. അപ്പൊ 6 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് രണ്ടിനെയും ഗുണിക്കണതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, 6ന്റെയും 3ന്റെയും ഡിഫറൻസ് 3 അല്ലേ. അപ്പൊ 7.459 എന്ത് ചെയ്താൽ മതി, 1000 കൊണ്ട് ഗുണിച്ചാ മതി, 3 പൂജ്യം കൊണ്ട് ഗുണിച്ചാ മതി. എന്നിട്ട് ഇവിടെ ഇതിനെ എഴുതാം 7459, ഇതിനെ 6 കൊണ്ട് ഗുണിക്കുമ്പോ എത്ര കിട്ടും, എത്രയല്ലേ കിട്ടണേ. അപ്പോ എത്രയായി, 7459 അല്ലേ, 7459 000 ഡിവൈഡഡ് ബൈ 7459 എന്ന് വരും. അപ്പൊ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി ഉത്തരം എത്ര കിട്ടുക, 1000 ആണ് ഉത്തരം കിട്ടുക. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്ത ചോദ്യം നിങ്ങൾ നോക്കിക്കോ. 16.16 ഡിവൈഡഡ് ബൈ 0.8. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ 2 സ്ഥാനമാണ്, ഇവിടെ 1 സ്ഥാനമാണ്. സംശയമുള്ളവര് 2 സ്ഥാനം കൊണ്ട് തന്നെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യും. എവിടെയാണോ കൂടുതൽ പോയിന്റ് ഉള്ളത്, എവിടെയാ കൂടുതൽ സ്ഥാനത്തിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ പോയിന്റ് പൂർണ്ണമായിട്ട് പോവും. ഇത് 0.8 എന്നുള്ളത് എത്രയായിട്ട് മാറും, 80 ആയിട്ട് അല്ലെ. എത്രയായിട്ട് മാറും, 0.8 80 ആയിട്ട് മാറില്ലേ 100 കൊണ്ട് ഗുണിക്കുമ്പോ. അപ്പോ എത്രയാണ്, നമ്മള് 16/80 എന്ന് വരും. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഉത്തരം കാണാം, വെട്ടിക്കുറച്ച് ഉത്തരം കാണാം. ഇതാണ്. അപ്പൊ ശരിക്കും ഇതിന്റെ ഉത്തരം കിട്ടാൻ അടുത്ത ഘട്ടത്തില് 202 ഡിവൈഡഡ് ബൈ 10 അങ്ങനെയാ വരാം. അപ്പോ 20.2 ആണ് ഇതിന്റെ ആൻസർ വരും. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ദശാംശ സംഖ്യകള് ഹരിക്കുന്നത് ചെയ്യുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞത്, ഹരണം. ഒന്നും കൂടെ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ചെയ്യാം. 6.28 ഡിവൈഡഡ് ബൈ 0.02. ഇതിൽ ബുദ്ധിമുട്ടില്ല. കാരണം എന്താ വെച്ചാ ഇവിടെ 2 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അപ്പൊ അങ്ങനെ 2 സ്ഥാനം നമ്മൾ എന്ത് ചെയ്യണ്ട, അംശത്തിലെയും ഛേദത്തിന്റെയും ദശാംശ സ്ഥാനം തുല്യാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട, ആ പൂർണ്ണസംഖ്യ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. 628/2. മനസ്സിലായോ? ഇങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. കാരണം എന്തുകൊണ്ടാച്ചാൽ ഇവിടെ 100 കൊണ്ട് ഗുണിക്കുമ്പോ 2 വരും, ഇവിടെ 100 കൊണ്ട് ഗുണിക്കുമ്പോ 628 വരും. അപ്പൊ 2 3 പ്രാവശ്യം, 1 പ്രാവശ്യം, 4 പ്രാവശ്യം. ഉത്തരം എത്ര കിട്ടുക, 314 കിട്ടുക. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയാണ് ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ വരാറുള്ളൂ. കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, വലുതേത് ചെറുതേത്, ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് കണ്ടിട്ടുള്ളൂ. അതായത് ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള പരീക്ഷ ആകുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ മാത്രമേ കാണാറുള്ളൂ. ഇത് നന്നായിട്ട് പിന്നെയും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളോ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് വർഗവും വർഗമൂലവും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അങ്ങനെ ഓരോ ടോപ്പിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് SCRT ചാപ്റ്റേഴ്സ് തുടങ്ങാം കേട്ടോ.